വീണാമണി കൂടുതൽ എന്താ പരിചയപ്പെടുത്തലുകളൊന്നും വേണ്ട. ABC മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്തേ. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വീണാമണിയെ ഇപ്പോൾ കേരളത്തിലുള്ള പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം. വീണാമണിയുടെ കയ്യിൽ നവീൻ ബാബുവിനെ കൊന്ന വീഡിയോ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി? ഞാനിപ്പോൾ ഒന്നും മറുപടി തരില്ല. എന്തുകൊണ്ടാണ്? ഭയന്നിട്ടാണോ? അല്ല, ഭയന്നിട്ടാണെന്ന് ചോദിച്ചാൽ പിന്നെ ഇതിനകത്ത് കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ രാഷ്ട്രീയം അറിയാലോ. അതുകൊണ്ട് അവിടെ ആ ചോദ്യത്തിന് ഞാനിപ്പോൾ മറുപടി തരുന്നില്ല. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വീണാമണിക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അത് CBI വന്നാൽ മാത്രമേ തുറന്നു പറയൂ. CBI സാറും അവിടെ വരണം. അവിടെ വന്നാൽ ഇതിൻ്റെ അകത്തുള്ള ഇനി ഒരു മനുഷ്യനെ ഇതുപോലെ ദാരുണമായിട്ട് കൊല്ലാൻ പാടില്ല. ഈ നവീൻ ബാബുവിനെ കൊന്നതാണ് എന്ന് വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം തന്നെ അവിടെ ADM സാറിനെ എവിടെയാണ് ഇറക്കിയതെന്ന് ചോദിക്കുന്നത്. അതിലേക്ക് നമുക്കിവിടെ പ്രസക്തമായ ഭാഗങ്ങൾ വരുമ്പോൾ അവിടെ അവർ പറയുന്നത് പിന്നെ ഒരു കോള് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങലാന്ന് പറഞ്ഞ് മുനീശ്വരൻ കോവിലിൻ്റെ അടുക്ക് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ കയറി പോകുന്ന കണ്ടു. അത് ആരാ പറഞ്ഞത്? അങ്ങനെ അവിടെ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ അന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഡ്രൈവർ അങ്ങനെ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഷംസുദ്ദീൻ അവരെല്ലാവരോടും അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ആ സംസാരത്തിൽ തന്നെ 100% കളവുണ്ട്. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? അവർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഓട്ടോറിക്ഷ കയറി പോകേണ്ട ആവശ്യമില്ല. അവരുടെ ഡ്രസ്സ്, പെട്ടി, ലഗേജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷ കയറിയിട്ട് ഒരു കോള് വരുമ്പോൾ ഇറങ്ങിപ്പോകാനൊന്നും ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തൊരു സാറൊന്നുമല്ല. അതിന് പ്രധാന കാരണങ്ങൾ അത് തന്നെയാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ഇടക്ക് വെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ കയറി പോകുക അതൊന്നും ചെയ്യില്ല. ഈ നവീൻ ബാബുവിനെ ഒരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നത് വീണാമണി കണ്ടു എന്ന് പറയുന്നു. അത് അത്തരത്തിൽ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടായിരുന്നു, അതോ വാഹനത്തിൽ ഇരിക്കുന്നതാണോ കണ്ടത്? ഇരിക്കുന്നതും കണ്ടു, വണ്ടിയിൽ വിട്ടിട്ട് പോകുന്നതും കണ്ടു. അപ്പം എന്തുകൊണ്ടാണ് സംശയം തോന്നാത്തത്? ഇല്ല, സാധാരണയായിട്ട് ഇപ്പോൾ ഒരു കളക്ടർ അറിയുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ അവർ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കും. പക്ഷേങ്കിൽ അവർ തട്ടിക്കൊണ്ടുപോകുന്നതാണോ അല്ല കൊല്ലാൻ കൊണ്ടുപോകുന്നതാണോന്നൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നേരം അങ്ങനെ വലിങ്ങനെ തോന്നിയിട്ടില്ല. ഈ കളക്ടറേറ്റിൽ പോകുമ്പോൾ ഈ കളക്ടർ അരുൺ കെ വിജയനാണ് അന്ന് നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ നവീൻ ബാബുവിനെ ഈ PP ദിവ്യ അധിക്ഷേപിക്കുമ്പോഴൊക്കെ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് മനസ്സിലാവും നവീൻ ബാബുവിന് കുറേ കൂടി കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. ഈ കളക്ടറും നവീൻ ബാബുവും തമ്മിലുള്ള ഒരു ഈ റിലേഷനെ കുറിച്ചൊക്കെ ഈ കളക്ടറേറ്റിൽ നിരന്തരം പോകുന്ന വീണാമണിക്ക് എന്തെങ്കിലും അറിയാമോ? കളക്ടർ അങ്ങനെ ADM സാറുമായിട്ട് കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്തൊരു വ്യക്തിയല്ല. അയാളെന്ന് വെച്ചാൽ ഇപ്പം വന്ന ആള് അങ്ങനെ അരുൺ കെ വിജയൻ അയാളും സമൂഹമായിട്ട് അടുപ്പൊന്നുമില്ല. അവർക്ക് ആർക്കോ വേണ്ടിയിട്ട്, പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം തൊഴിലെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് മാത്രം, അല്ലാണ്ട് സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കീഴ് ജോലിക്കാർക്ക് വേണ്ടിയിട്ടൊന്നല്ല. കീഴ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ ആ ഉദ്യോഗത്തിൽ ഇപ്പം 2 പേര് അവിടെ അവിടെ കുറേ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരിക്കുന്ന സമയത്താണ് അപകീർത്തിപ്പെടുത്തുക, അപമാനിക്കുക, അഭിമാനത്തെ ക്ഷതേൽപ്പിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സംഭവം നടക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ സ്ഥലം മാറി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച വേണ്ടത് അവിടെ ഇത്രയും നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, നമ്മളെ വിട്ടു പോകുന്ന സമയത്ത് നമുക്ക് വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു യാത്രയയപ്പാണ് അവിടെ ഉണ്ടാവേണ്ടത്. അത് അവർ യാത്രയയപ്പ് ഒരു തട്ടിപ്പും ചതിയും വഞ്ചനയുടെ അതാണ്. അത് അയാളുടെ മുഖഭാവം, എക്സ്പ്രഷൻ അതെന്നെ പറയും. ഇതിനു മുൻപേ നവീൻ ബാബു ഇത്തരത്തിൽ ഈ കളക്ടറുടെ ചേംബറിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വീണാമണി? അവിടുത്തെ ക്യാമറ നോക്കിയാൽ മതി. അവിടെ സാറ് കളക്ടറേറ്റിന്റെ ഉള്ളിൽ പോയിട്ട് വരുന്ന സമയത്ത് എക്സ്പ്രഷൻ ഭയങ്കര മൂഡ് ഔട്ടിലെല്ലാം ഉണ്ടാവും. അത് അവിടുത്തെ കളക്ടർ മീറ്റിങ്ങിന് വിളിക്കുന്ന സമയത്ത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോൾ തിരിച്ചിട്ട് സാറിന്റെ ഓഫീസിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഭയങ്കര മൂഡ് ഔട്ടിലായിരിക്കും. ആരെയും നോക്കാതെ സങ്കടത്തോടെ കൂടിയിട്ട് ആ മുറിയിലേക്ക് പോകുന്നതാണ്. പക്ഷേ എന്നാലും സാറിൻ്റെ അടുത്തേക്ക് പിന്നീടും നമ്മൾ പരാതിക്കാർ പോയാൽ അപ്പോൾ അതെല്ലാം മറന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ആ വിഷമങ്ങളൊക്കെ മറന്നിട്ട് ഒപ്പിട്ടിരുന്ന ഒരു പാവം മനുഷ്യൻ. ഈ PP ദിവ്യയും നവീൻ ബാബുവും തമ്മിൽ ഇതിനു മുൻപ് ഇത്തരത്തിൽ എന്തെങ്കിലും സംസാരങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളതായി വീണാമണി കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ? ഓരോ തവണയും 2-3 തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. PP ദിവ്യയും നവീൻ ബാബുവും തമ്മിൽ ഈ പോകുന്ന സമയത്ത് നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി
പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നോ നവീൻ ബാബു? അവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്ഥലം മാറി പോകുന്ന കണ്ണൂരിലെ. അതെ, ഒരു സന്ദർഭം വരേണ്ടി വന്നത് അതെ എൻ്റെ ഒരു ഇതായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഞാൻ സാറിനോട് ആ ഒരു പരാതിയുമായിട്ട് ബന്ധപ്പെട്ടു പറഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞത്, കണ്ണൂരിൻ്റെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ സാറിൻ്റെ അടുക്ക ആ ഒരു വിഷയം, അതായത് പരാതിയായിട്ട് പോയ സന്ദർഭത്തിൽ അവിടുന്ന് അവരെ ഒരു ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അതായത് അവിടുന്ന് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവച്ച കുറേ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പാർട്ടിക്കാർ വന്നിട്ട് അവിടുന്ന് ഷെൽഫിൽ നിന്ന് എൻ്റെ ഏട്ടൻ്റെ രേഖയെല്ലാം എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം അതൊക്കെ എടുത്തു കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരുപാട് മോഷണം നടന്ന സമയത്തൊക്കെ ഈ സാറ് പേപ്പറിൽ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നേരം പറഞ്ഞിട്ടുണ്ട് ഈ സാർ ഇവിടെ എത്രയും വിഷമമാണ് നിൽക്കാൻ, അതുകൊണ്ട് ഞാനും ഈ പത്തനംതിട്ടയിലേക്ക് പോകുന്ന ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടെന്നൊക്കെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്ന് തറപ്പിച്ച് പറയാനുള്ള കാരണം എന്താണ്? അവിടെ അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല. സാധാരണ ഒരു പോസ്റ്റ്മോർട്ടം തന്നാൽ അവിടെ ആന്തരിക അവയവങ്ങൾ പരിശോധിച്ച് ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് അതിൻ്റെ കൂടെ വെക്കണം. ഭക്ഷണാവശിഷ്ടങ്ങൾ അതിൽ എഴുതി ചേർക്കുമ്പോൾ അതിൻ്റെ അകത്ത് അതും അവിടെ വെക്കേണ്ടതാണ്. അപ്പം അതും വെച്ചിട്ടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇതിനു മുമ്പുള്ള പോസ്റ്റ്മോർട്ടത്തിൻ്റെ അയാൾ അവിടെ ആ ഡോക്ടേഴ്സ് ചെയ്ത കുറേ പോസ്റ്റ്മോർട്ടത്തിൻ്റെ എഫ്ഐആറിൻ്റെ കോപ്പിയും അവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ. അത് കോടതിയിൽ ചില തെളിവുകൾക്ക് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പോസ്റ്റ്മോർട്ടത്തിലെല്ലാം അദ്ദേഹം പിന്നെ തൂങ്ങി മരണമൊന്നാക്കി വെച്ചതിൽ എല്ലാം നാച്ചുറൽ ഡെത്ത് ഒന്നാക്കി വെച്ചത് അവിടെ നിന്ന് ഇതൊന്നും വെച്ചിട്ടില്ല. വീണാമണിയുടെ ഭർത്താവിന്റെ പോസ്റ്റ്മോർട്ടം റീപോസ്റ്റ്മോർട്ടം ചെയ്തായിരുന്നോ? ഇല്ല, അതൊന്നും അനുവദിച്ചില്ല. ഇതുപോലെ തന്നെ പെട്ടെന്ന് അവരുടെ സഹോദരനെ പോലും കാണിക്കാതെ പെട്ടെന്ന് കത്തിച്ചു മാറ്റും. CPM കാരി തന്നെ, അവർ തന്നെ, പാർട്ടിക്കാർ തന്നെ. വീണാമണിയെ കാണിച്ചായിരുന്നോ? അന്ന് പ്രതിഷേധം അറിയിച്ചായിരുന്നോ റീപോസ്റ്റ്മോർട്ടം നടത്തണമെന്ന്? അന്നേരം ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ഞാനാണ് അവിടുന്ന് ആവശ്യപ്പെട്ടത്, പോസ്റ്റ്മോർട്ടം ചെയ്യണം, പരിയാരം മെഡിക്കൽ കോളേജിൽ ചെയ്യേണ്ടെന്ന്. അപ്പോൾ അവർ ഞാൻ പറഞ്ഞൊന്നും കേൾക്കാണ്ട് ഗുണ്ടകളെ കൊണ്ട് തന്നെ അതൊക്കെ ചെയ്യിച്ചു. രേഖകളൊക്കെ എടുത്തിട്ട് അവിടെ ഒരു ഗുണ്ടകളുടെ ഒരു വിളയാട്ടായിരുന്നു. പ്രാണനും കൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു. അത് അപ്പോൾ പിന്നീട് എൻ്റെ വീട്ടിൽ ഞാൻ കുറേ നാൾ ഹോസ്പിറ്റലെല്ലാം കിടന്നിട്ട് പിന്നീട് ജീവൻ തിരിച്ചു കിട്ടിയിട്ട് വന്നതാണ്. ഈ അനിയനെ, അതായത് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിനെ CPMകാർ വിലക്കെടുത്തോ? ബഹുമാനപ്പെട്ട ADM സാറിൻ്റെ അനുജൻ രക്തബന്ധത്തിലുള്ള ഒരു വ്യക്തിനെ ആരോ മോട്ടിവേഷൻ ചെയ്തില്ലെങ്കിൽ, അതായത് അവിടെ പവറായിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തി അവിടെ ഒന്ന് തൻ്റെ സഹോദരനാണ്, രക്തബന്ധത്തിലാണ്, അവർ ഒന്ന് ആ ബോഡി അഴിച്ച് നോക്കാമായിരുന്നു. പിന്നെ അതിനെ ചെക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ അതെന്താണ് പറ്റിയതെന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരുന്നു അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. അപ്പോൾ അവിടെ സാറിനെ സ്വാധീനിച്ചിട്ട് അവിടെ അതൊന്നും അനുവദിക്കാത്ത രീതിയിലായിരുന്നു MV ജയരാജൻ എന്ന അവർ ഇവിടെ മലയാളപ്പുഴ മോഹൻ എന്ന അവരെ ദൗത്യം ഏൽപ്പിച്ചത്. ഈ എന്ത് ഓഫർ ആയിരിക്കും പ്രവീൺ ബാബുവിന് കൊടുത്തതായി വീണാമണിക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിന്റെ ഇതെന്ന് വെച്ചാൽ ഒരു സഹോദരനെ പിടിച്ചു കെട്ടാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ക്ലീനർ സ്ഥാനം തരാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ, പിന്നെ ഇത് ബോഡി എന്തായാലും തൂങ്ങി മരിച്ചു, പാർട്ടി നിങ്ങളെ കൂടെ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണയായിട്ട് സാറിന് ഒന്നും പറ്റാത്തൊരവസ്ഥ, അയാൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവിടെ എന്ന് വെച്ചാൽ ഈ കണ്ണൂരിൻ്റെ ദുഷ്ടരാക്കിൻ്റെ രാഷ്ട്രീയം അവർക്ക് അറിയില്ലല്ലോ. ഈ മഞ്ജുഷ ഇപ്പോൾ ഒറ്റയ്ക്കാണല്ലേ? അവരൊരു പാവം, അവിടെ മാനസികമായിട്ട് ഷോക്കുള്ള ഒരു പാവം ഒരു. അല്ല, ഈ പോരാട്ടത്തിനിറങ്ങാൻ മഞ്ജുഷ ഒറ്റയ്ക്കാണോ? അല്ല, അവർ ഭർത്താവിൻ്റെ അനുജനും ഉണ്ട്, മറ്റേ സാറും ഉണ്ടല്ലോ. ഭർത്താവിൻ്റെ അനുജൻ പ്രവീൺ ബാബു ഇവർക്കൊപ്പം തന്നെ ഉണ്ടോ ഇപ്പോഴും? അവർ ഞാൻ രണ്ടാമത്തെ തവണ പോയപ്പോഴും ഒപ്പരും ഉണ്ട്. എന്നെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ സാറിന് അവിടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്താ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? എന്നോട് പറഞ്ഞു കേസിന് പോകണം, അതോ വീണാമണി ഇനി വാ തുറക്കരുത്, അത്തരത്തിൽ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇല്ല, അവർക്ക് ഇനി കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവര്. അവിടെ വൈഫിന് അങ്ങനെ തന്നെയാണുള്ളത്. പിന്നെ ഇപ്പം അബദ്ധം അവർ ബോഡി കത്തിക്കുന്നവരെ പാർട്ടി നവീൻ സാറിന്റെ അനുജനെ പിടിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേങ്കിൽ അതിനു മുമ്പ് അവരുടെ ആ മാറ്റം, രാഷ്ട്രീയത്തിന്റെ മാറ്റം നമുക്ക് തിരിച്ചറിയാൻ ഇനവേറിൽ രക്തക്കറ കണ്ടത് പറഞ്ഞല്ലോ. അപ്പൊ തന്നെ ആ ഫൈറ്റ് തെച്ചും മറ്റേ അനുജന് അവരുടെ ഒരു ബന്ധു അഡ്വക്കേറ്റ് ഇല്ലേ, അനിപ്പി നായർ, അവര് നല്ല ഫൈറ്റ് ഇതിൻ്റെ അകത്ത് യഥാർത്ഥ സത്യം കോടതിനെ അറിയിക്കുമ്പോഴേക്കും പിന്നെ അവർക്ക് രാഷ്ട്രീയത്തിൽ അനിയനൊരു ഓഫറൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇനി. ഈ പിന്നെ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിത്തൂക്കി കൊന്നതാണെന്ന് മഞ്ജുഷ കൃത്യമായി പറയുന്നുണ്ട്. CBI അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. മഞ്ജുഷയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത വീണാമണി കാണുന്നുണ്ടോ?
അല്ല, മേഡത്തിന് ഇപ്പം ഇനിയൊന്നും സംഭവിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ചാനലിൽ വന്നില്ലേ, ഇപ്പോൾ ഇനിയും അവരെയൊന്നും ചെയ്യില്ല. പിന്നെ ഈ എന്താന്ന് വിചാരിച്ചാൽ കൊല്ലേണ്ടവരെ കൊന്നു. ഇനി അവർക്ക് ഇപ്പോൾ സൂപ്രണ്ട് സ്ഥാനമല്ലേ കൊടുത്തത്, അവരിനി ഒന്നും മിണ്ടാത്ത ഗവൺമെൻറ്റിൻ്റെ ഡെമ്മിയായിട്ട് വർക്ക് ചെയ്യാനേ പറ്റുള്ളൂ ആ മേഡത്തിന്. ഒന്നും മിണ്ടൊന്നുമില്ല. ഈ എം വി ഗോവിന്ദനും മകനും ശ്യാമളയ്ക്കും ഇതിൻ്റെ അകത്ത് എന്താ റോള്? അവിടെ ഈ കണ്ണൂരിൻ്റെ എല്ലാ കൊലപാതക രാഷ്ട്രീയത്തിലും പിന്നെ വിവാദമാകുമ്പോൾ അവർ ഇതിനകത്ത് പ്രധാന റോളുണ്ട്. അവരുടെ PK ശ്യാമളയ്ക്കും. ശ്യാമള അന്ന് ആ ഗോവിന്ദ മാഷിൻ്റെ വൈഫിൻ്റെ പരാമർശങ്ങൾ തളിപ്പറമ്പിലെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അന്നേരം അവിടെ ഒരു കൊലപാതകം നടക്കുമ്പോൾ അവർ പറയുന്നത് തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. അത് തെളിയിക്കേണ്ടത് ഡോക്ടറാണല്ലോ. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു തെളിവും കിട്ടില്ലല്ലോ. പിന്നെ ഇത് പോലീസ് നായനെ കൊണ്ട് പരിശോധിക്കേണ്ടതായിരുന്നു ADM സാറിന്റെ മരണം. കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റൽ ഉണ്ടായിട്ട് അവിടെ കാണിച്ചില്ല. ആദ്യം ഏറ്റവും അടുത്തത് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലാണ്, അവിടെ കാണിച്ചില്ല. രണ്ടാമത്തത് തലശ്ശേരി ഹോസ്പിറ്റലാണ്. മൂന്നാമത്തെ കോഴിക്കോട്. ഇങ്ങോട്ടേക്ക് വരുന്നെങ്കിൽ അപ്പോൾ അവിടെയൊന്നും പോകാതെ നേരെ പരിയാരാണ് കണ്ണൂരിനേക്കാളും ദൂരം കൂടുതൽ. പയ്യന്നൂർ ഭാഗം, അതായത് കാസർഗോഡ് ഭാഗത്തേക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഈ ഡ്രസ്സ്, താക്കോല്, ഇങ്ങനെ കുറേ തെളിവുകൾ, അതായത് സാറിൻ്റെ ഡ്രസ്സുകൾ എന്തിനു മാറ്റി, ആ മുറിയിൽ നിന്ന് മാറ്റിയല്ലോ. ഇവർക്കെല്ലാം കൊടുക്കുമ്പോൾ ആ മുറിയിൽ നിന്നൊന്നും കൊടുത്തില്ല. അപ്പോൾ ആ ഒരു തൂങ്ങി മരണമെന്ന് ഇവർ അവിടെ എല്ലാവരോടും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അന്ന് അതായിരുന്നു ആവശ്യം, അതുകൊണ്ട് തൂങ്ങി മരണമെന്ന് അവർ വിളിച്ച് പറയുന്നു. അപ്പോൾ തൂങ്ങി മരിച്ചു എന്ന് പറയാൻ എന്ത് തെളിവാണ് പോലീസിനോ അല്ലെങ്കിൽ ഇവർക്കോ കൊടുക്കാനുള്ളത്? ഇത്തിരി ചെറിയ ഒരു ഇതിനകത്ത് ഒരു കയറിൽ തൂങ്ങി മരിച്ചു എന്ന് പറയുമ്പോൾ ആ കയർ ഒന്ന് പൊട്ടിപ്പോവും, അതല്ലെങ്കിൽ ഇതായിപ്പോവും, പിന്നെ കഴുത്ത് മുറിഞ്ഞു പോകും. അപ്പോൾ ഇതിലൊന്നും അവിടെ കണ്ടില്ല. പിന്നെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ രക്തത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, കഴുത്തിന്റെ ചുറ്റിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെയൊക്കെ ഉള്ള ആ ഭാഗങ്ങളൊക്കെ ഉണ്ടായി. ആ വീഡിയോ തന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകുന്നത് പിന്നെ നല്ല മർദ്ദനേറ്റിട്ടുണ്ട് സാറിന്. അപ്പോൾ പിന്നെ ഒരാൾ തൂങ്ങി മരിച്ചതാണെങ്കിൽ ഇപ്പം നമ്മൾ കൈയും കാലും ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. ശരിക്കും തൂങ്ങി മരിക്കുമ്പോൾ നമ്മളൊരു ലക്ഷ്യബോധത്തോടെ തൂങ്ങാനാ പോകുന്നുണ്ട്, കുറച്ച് തടിച്ച കയറ് വാങ്ങൂലേ. പിന്നെ ഈ തൂങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് രക്തം തേച്ചു എങ്ങോട്ട് താഴോട്ടല്ലേ പോകുന്നത്, പമ്പ് ചെയ്ത് പോകുന്നത്. മരണപ്പെട്ട ഒരു വ്യക്തിൻ്റെ രക്തം തേച്ച് അപ്പോൾ കാലിൻ്റെ ഇവിടെ വിരളിനൊക്കെ വന്നിട്ട് അടിഞ്ഞിട്ട് രക്തത്തിന് ഇവിടെ ഉണ്ടാവും, ഒരു കല്ലിപ്പുണ്ട്. അതൊന്നും കണ്ടില്ല, ഒരു പൊടിയില്ല. വിരളിനെ ഇപ്പം തന്നെ നോക്കിയാൽ മനസ്സിലാവും. അച്ഛന ആ അന്ത്യചുംബനം വൈഫും ആ കുട്ടികളും ചെയ്യുന്ന സമയത്ത് ആ കാല് പുറത്ത് കാണുന്നുണ്ട്, തലയും കാണുന്നു. തല കാണുന്ന സമയത്ത് കള്ള് കാണുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു ഓപ്പറേഷൻ ശസ്ത്രക്രിയ, അതായത് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് അത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് കാലിനാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവില്ല. അതേ സ്ഥാനത്ത് ഇവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ രക്തത്തിൻ്റെ ഇത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നാണ് ആ ബോഡി ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതിൻ്റെ. ഇനി നമുക്കത് പ്രായോഗികമല്ല, ഇനി റീപോസ്റ്റ്മോർട്ടം നടക്കില്ല. അവസാനമായ ഒരു ചോദ്യം, എന്തിനാണ് നവീൻ ബാബുവിനെ ഈ CPM-കാർ, ഇപ്പോൾ MV ഗോവിന്ദനും ശ്യാമളയുടെയും മകൻ്റെ ഒക്കെ പേര് വീണാമണി ആരോപിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇവരൊക്കെ എന്തെങ്കിലും ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം കാണണമല്ലോ ഇവർക്ക്? എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം? നവീൻ ബാബു മരണപ്പെട്ടാൽ ഇവർക്ക് കിട്ടാവുന്ന നേട്ടം എന്തായിരിക്കും? ഇപ്പോൾ ഞാനിത് രഹസ്യമായിട്ട് പറഞ്ഞതായിരുന്നു നവീൻ സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു അഡ്വക്കേറ്റിനോട് പോയിട്ട്. അപ്പോൾ അത് അവർ പരസ്യമാക്കിയല്ലോ. അപ്പോൾ വേണ്ട സമയത്ത് പറയാതെ കഴിഞ്ഞതിൻ്റെ ബോഡി കത്തിച്ചതിന് ശേഷം എൻ്റെ വീഡിയോ കൊടുത്തിട്ട് കാര്യമില്ലായിരുന്നു. അതെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്നെ ഈ ഭൂമിയിൽ നിന്ന് അവർക്ക് ഒരു ബഹുമാനപ്പെട്ട ADM സാറിനെ തുടച്ച് നീക്കിയ സ്ഥിതിക്ക് ഞാനൊരു ചെറിയൊരു ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ എന്തായാലും ഒരു ദിവസം മരിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയോട് ഇനിയൊരു മരണം ആവർത്തിക്കാതിരിക്കാൻ വേണ്ട ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ അതിലേക്ക് ശ്രദ്ധ വേണ്ടത്, ഒന്ന് ആറളം പഞ്ചായത്തിന്റെ ഭൂമി, ഫാം, അവിടുത്തെ ആ വനഭൂമി, ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട് വരുന്നത്. ആറളത്തിന്റെ ആ ഭൂമികളൊക്കെ ട്രൈബൽസ് മേഖലേൻ്റെ എല്ലാം അവിടെ ഗവൺമെന്റിന്റെ ഭൂമിയുണ്ട്. അപ്പൊ അതൊക്കെ ആരുടെ കയ്യിലാണ് ഉള്ളത്? പാർട്ടി നേതാക്കളുടെ കയ്യിലാണോ എന്ന് കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു ബെഞ്ചിനെ വെച്ചിട്ട് അതൊക്കെ അന്വേഷിക്കണം. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, വൈദ്യനാഥ ക്ഷേത്രം, തൃച്ചംബര ക്ഷേത്രം, ഇങ്ങനെയുള്ള ഭൂമികളുണ്ട്. അപ്പോൾ അതൊക്കെ കൈവിട്ട് പോയി എന്നാണ് മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സത്യത്തിൽ എന്താണ് നടന്നത്, അതും ഒരു ഡിവിഷൻ ബെഞ്ചിൽ വെച്ചിട്ട് അത് രഹസ്യാന്വേഷണം നടത്തണം കോടതി വഴി. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കൂർ, കല്യാട്, ഊരത്തൂർ മേഖലയിൽ ഒരുപാട് സർക്കാരിൻ്റെ സ്ഥലമുണ്ട്.
അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ആയുർവേദ അന്താരാഷ്ട്ര കോളേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരുപാട് വലിയ ഫണ്ടൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ അവിടെയൊക്കെയുള്ള ഭൂമികൾ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? പാർട്ടിയുടെ സഹാക്കളുടെ കയ്യിൽ ഒരുപാടുണ്ടെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അന്വേഷണം, അതുപോലെ തന്നെ ചെങ്ങളായി പഞ്ചായത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ഒരു പെട്രോൾ പമ്പ് മാത്രമല്ല വിഷയം വരുന്നത്. എന്ന് വെച്ചാൽ പ്രശാന്ത് എന്നൊരു വ്യക്തി സൈഡ് വാതിലൂടെ അവിടെ ആശുപത്രിയിൽ ജോലി കിട്ടിയതാണ്. അപ്പോൾ ആ പ്രശാന്തിന് ശരിക്കും ഒരു പെട്രോൾ പമ്പ് ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ പെട്രോൾ പമ്പ് തന്നെ ഒരു ബിനാമിൻ്റെയാണ്. അത് ദിവ്യന്റെ ആരാണ്? അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അതൊക്കെ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. എല്ലാ തെളിവുകളും സാറിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് യാത്രയയപ്പ് ചെയ്ത് 2 ദിവസം കൊണ്ട് കാണിച്ചു തരാമെന്ന് പറയുന്നത്, അദ്ദേഹം അവിടെ പത്തനംതിട്ടയിലേക്ക് പോയാൽ അവിടുന്ന് സാറിന് ചെയ്യാൻ പറ്റുന്ന സത്യം ലോകത്തിനെ അറിയിക്കുന്നതിൽ എന്തോ ഒരു ഭയം അവരുടെ ഉണ്ടായി. അതുകൊണ്ട് സാറിനെ ഇല്ലാതാക്കണം, അത് അവരുടെ കടമയായിരുന്നു. ആ ബോഡി പോലും കത്തിക്കരുത് അവരുടെ ലക്ഷ്യമായിരുന്നു, അതുണ്ടാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ 2 മാസം ആകുന്നതേ ഉള്ളൂ. കണ്ണൂർ കലക്ട്രേറ്റ് പോയി നോക്കിയാൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോസ് പോലും എവിടെയും ഇല്ലല്ലോ. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിന് പറഞ്ഞ പോലെ ആ ഫോട്ടോസും എല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. അത് അവരുടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും നവീൻ ബാബുവിൻ്റെ മരണത്തിലെ സത്യാവസ്ഥ പുറത്തു വരട്ടെ, വീണാമണിയുടെ ജീവനും സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എനിക്ക് കോടതിയോടാണ് പറയാനുള്ളത്. ഇപ്പം ഞാൻ എന്തായാലും ഒരു തൂങ്ങി മരിക്കൊന്നുമില്ല. അപായപ്പെടുത്തിയിട്ട് ഇപ്പം സത്യം വിളിച്ചു പറഞ്ഞ VS പ്രദീപ് സാറൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല, വാഹനാപകടത്തിലാണ്. SP പ്രദീപ് സാർ. അപ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള സത്യം വിളിച്ചു പറഞ്ഞവരെല്ലാം ഇല്ലാതാക്കിന്. അപ്പോൾ ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ചാനൽ എന്നെ അറിയാണ്ട് പുറത്തു വിട്ടതാണ്. അപ്പോൾ കോടതിയെ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും പബ്ലിക് ചെയ്തതുകൊണ്ടാണ് പിന്നീട് ഞാൻ നേരിട്ട് വന്നിട്ട് ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്തായാലും ഇനി ഭയക്കാൻ കാരണം എനിക്ക് പറ്റത്തില്ല. ഇത് ഒരു ദിവസമാണ് ഒരു ദിവസം ജീവിക്കുന്നുണ്ട്, അത് അന്തസ്സോടെ ജീവിക്കണം, അത് സത്യം ലോകത്തിനെ അറിയിച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് വന്ന് പറഞ്ഞത്. അപ്പം വീണാമണിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തൂങ്ങി മരണമോ ആത്മഹത്യ ആയിരിക്കില്ല, അതൊരു കൊലപാതകമായിരിക്കും. റെയിലിലോ ട്രെയിനിലോ എവിടെയും പോയാലും ഞാൻ എവിടെയും മരിക്കില്ല, ഞാൻ ആത്മഹത്യയില്ല, അതൊരു കൊലപാതകമായിരിക്കും. മരണം സംഭവിച്ചാൽ വീണാമണിയുടെ അതൊരു കൊലപാതകമായിരിക്കും. പിന്നിൽ ആരായിരിക്കും? അതെ, പിന്നിലായിരിക്കും കോടതി സമൂഹത്തിന് തന്നെ തിരിച്ചറിയാൻ പറ്റും. അതെന്തായാലും ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. വളരെ നന്ദി. താങ്ക്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.